ഹായ് മക്കേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേടാ. അപ്പോൾ വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ +2 ഫിസിക്സിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മുടെ +1-ൽ നിങ്ങൾ ഫിസിക്സൊക്കെ അടിപൊളിയായിട്ട് എക്സാമിനേഷനൊക്കെ എഴുതി നല്ല മാർക്കിന് വേണ്ടി നിങ്ങളിതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ +2 നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെജോറിറ്റി കുട്ടികളും അവസാന നിമിഷം ഫിസിക്സ് പഠിച്ചൊക്കെയാണ് നല്ലൊരു മാർക്കിലോട്ട് എത്തിച്ചേരാൻ പോകുന്നത് അല്ലേ? അതേപോലെ നമുക്ക് +2 ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം അല്ലേ. ഒന്നുമില്ല, നിങ്ങളുടെ സീനിയേഴ്സിനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫിസിക്സ് എക്സാമിനേഷൻ +2-ൽ കമ്പയർ ടു +1? അവർ പറയും, മക്കളെ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ എക്സാം ഹാളിൽ കയറിയത്. പക്ഷേ എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലായത്. പല ക്വസ്റ്റ്യനും ഞങ്ങൾ കാണാത്ത ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റയർലി ആ ഒരു പാറ്റേൺ ചേഞ്ച് ഒക്കെ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്സ് നമ്മൾ പഴയതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് +2-ന് നല്ലൊരു മാർക്കിലോട്ട് സ്കോർ ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് നോക്കാം +1 ഫിസിക്സും +2 ഫിസിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. +1 നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ബോൾ പോകുന്ന പാത്ത് നമുക്ക് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എഞ്ചിൻ്റെ വർക്കിംഗ് നമുക്ക് കറക്റ്റായിട്ട് അത് കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ +2-ലെത്തുമ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. നമ്മൾ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ഫിസിക്സിന് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കും ഉണ്ട്, സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. അത് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം 8 ചാപ്റ്ററാണ് വരുന്നത്. ഈ 8 ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക്സുമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക്സുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോഴറിയാം ചാർജാണല്ലേ. നമ്മുടെ ഇലക്ട്രോണും അതേപോലെ പ്രോട്ടോണും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഒക്കെയാണ് നമ്മളോട് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോണെ ആദ്യം റെസ്റ്റിൽ വെക്കുന്നു, പിന്നെ ഇലക്ട്രോണെ മൂവ് ചെയ്യിക്കുന്നു, മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ വളരെ വിശാലമായ ഒരു കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മെയിൻലി ഇവിടുത്തെ ഏറ്റവും നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെയാണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ ആരെങ്കിലും ഒരു വയറിനകത്തൂടെ ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഷോക്ക് അടിച്ച് അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും അല്ലേ. അപ്പോൾ നമുക്ക് അനുഭവിച്ചറിയാനേ പറ്റത്തുള്ളൂ, അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും ഒരു +2-ൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യണം. അതങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാകുന്നത്, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യണം. നല്ലൊരു ഇമാജിനേഷൻ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് +2 ഫിസിക്സ് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല നമുക്ക് +2-ലോട്ട് എന്നും കൂടെ വരുന്നുണ്ട്, അഡീഷണലായിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ലാബും കൂടെ കയറി വരുന്നുണ്ട്. അതും അതേപോലെ തന്നെ നമ്മൾ ലാബിന് വേണ്ടിയുള്ള റെക്കോർഡുകൾ എഴുതാനുള്ള സമയമൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മാത്രമല്ല ഫിസിക്സിൻ്റെ ടെസ്റ്റ് സെക്കൻഡ് പാർട്ടിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന സംഗതിയാണ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കുറേ കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, അതായത് 2 സ്വഭാവമുണ്ട് എല്ലാവർക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവമല്ല. ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ വേവ് നേച്ചറുണ്ട്, ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ അതിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നൊക്കെ വിശദമായി പഠിക്കുന്ന ഒരു സംഗതിയാണത്. അതേപോലെ തന്നെ വരുന്ന നമ്മുടെ മറ്റൊരു ചാപ്റ്ററാണ് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററും സെമി കണ്ടക്ടറും. സെമി കണ്ടക്ടർ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ്. ന്യൂക്ലിയസ് പിന്നെ നമ്മൾ അറിയാവുന്നതാണെങ്കിലും പറയാം, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന, ആദ്യമായി കേൾക്കുന്നൊരു ചാപ്റ്ററാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഒപ്റ്റിക്സ് ആണ് സെക്കൻഡ് പാർട്ടിനകത്ത് വരുന്നത്. ഒപ്റ്റിക്സിനകത്ത് 2 ചാപ്റ്ററാണ്. റേ ഒപ്റ്റിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചാപ്റ്ററാണ്. അവിടെയാണ് നമ്മൾ മിററിനെ കുറിച്ച്, ലെൻസിനെ കുറിച്ചൊക്കെ പഠിച്ചത്. എന്നാൽ വേവ് ഒപ്റ്റിക്സ് കളി മാറാൻ പോകുന്നു. ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്ന് പഠിക്കാൻ പോകുന്നു, ഇൻ്റർഫറൻസ് പഠിക്കാൻ പോകുന്നു, ഡിഫ്രാക്ഷൻ പഠിക്കാൻ പോകുന്നു, പോളറൈസേഷൻ പഠിക്കാൻ പോകുന്നു. ഇതൊക്കെ നിങ്ങൾ കേൾക്കാത്ത കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത് ഈ +2-ലാണ്. അപ്പോൾ +2-ൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ +2-ൻ്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അതുമാത്രമല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പാറ്റേൺ ചേഞ്ചൊക്കെ നമ്മളെ വലക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ ഒരൊറ്റ വഴിയുള്ളൂ, നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണം, ഒരു പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ നമുക്ക് വേണം. അതിനൊക്കെ സെറ്റാക്കിക്കൊണ്ട് നമ്മുടെ അഗ്നി ബാച്ച് ഇവിടെ സജ്ജമായിരിക്കുകയാണ്. നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾ പബ്ലിക് ലൈവിൽ ക്ലാസ് എടുക്കുന്ന അതേ ആൾക്കാർ തന്നെയായിരിക്കും നമ്മുടെ ആപ്പിലും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി കയറിപ്പോന്നേക്ക് തുടക്കം മുതൽ തന്നെ പഠിച്ച് നമുക്ക് ഫിസിക്സിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സ് മാത്രം മതി, ബാക്കി ഞങ്ങൾ ഏറ്റുമക്കൾ.